സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗൗരിയുടെ സഹോദരൻ നവീനുമായിട്ട് വിവാഹം കഴിക്കാൻ താൻ തയ്യാറല്ലെന്നും മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം മുരളിയോട് പറഞ്ഞ ആ ഒരു കാര്യം മുരളിയാണെങ്കിൽ നന്ദനെ അറിയിച്ചിരുന്നു. അതിനെ തുടർന്ന് നന്ദനും ഇസബല്ലയും തമ്മിലുള്ള പ്രശ്നം തിരക്കി അറിയാൻ വേണ്ടിയിട്ട് വന്ന രാധികയോടും മാധവനോടും ആ വഴക്കിനിടയ്ക്ക് അത് വെട്ടി തുറന്നു പറയുന്നുണ്ട് നന്ദൻ. അതിനെ തുടർന്നാണെങ്കിൽ ദേവി സത്യമറിയാൻ ശാരികയോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോയ ദേവിയോട് ഇസബല്ലയും നന്ദനെയും ചേർത്ത് ഓരോന്നും പറഞ്ഞ് നൈസായിട്ട് ശാരി വിഷയം മാറ്റി ആ ഒരു ചർച്ചാ വിഷയം അവിടെ അവസാനിപ്പിക്കുന്നു. അതായത് നവീനും ശാരികയായിട്ടുള്ള കല്യാണം അധികം താമസിക്കാതെ നടത്തണമെന്നും കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ ദേവി ഉപദേശിക്കുന്ന സമയത്ത് വിവാഹത്തിനോട് പോലും താല്പര്യമില്ലെന്ന മട്ടിന് സംസാരിച്ച് നൈസായിട്ട് പോകുന്ന ശാരികയെ കണ്ടിട്ട് ദേവിക്കാണെങ്കിൽ പെട്ടെന്നൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പം രാധികയാണെങ്കിൽ ദേവിയോട് വഴക്ക് പറയുന്നുണ്ട്. നീ കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ കാര്യങ്ങൾ അവൾ നൈസായിട്ട് എടുത്തിട്ട് നിൻ്റെ വിഷയം മാറ്റിയതാ. നിനക്ക് ചോദിക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ ചോദിച്ചോളാം. പെട്ടെന്ന് ഇസബല്ലയെ പറ്റിയൊക്കെ അങ്ങനെ ചോദിച്ചപ്പം എനിക്കൊന്ന് പതറിപ്പോയി. അമ്മ വിഷമിക്കേണ്ട, ഞാൻ തന്നെ ചോദിച്ചറിഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചന്ദ്രമതി നടന്ന കാര്യങ്ങളെല്ലാം സിദ്ധുവിനെ വിളിച്ചു പറയുന്നുണ്ട്. രണ്ട് കുടുംബവും രണ്ടായിട്ട് താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും ഒരു കുടുംബമായിട്ട് ഇന്ന് വരെ കണ്ടിട്ടുള്ള, അതുകൊണ്ട് നന്ദൻ്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല, നന്നാക്കണമെന്നുള്ള നല്ല മനസ്സോടെയാണ് ചന്ദ്രോത്ത് വന്ന് പ്രഭാവതിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ നന്ദൻ തെറ്റിദ്ധരിച്ചു. അത് നന്ദന് വല്ലാത്ത വിഷമായി, എന്നെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. കാരണം ഗിരീഷിനോട് ഇപ്പോൾ പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ നന്ദൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങളുണ്ട്. എങ്ങനെയാണ് കെവിനും ഇസബല്ലയും നന്ദനെ സ്വാധീനിച്ചത്, മാത്രമല്ല ദേവിയെപ്പോലെ ഇത്ര ആദർശമുള്ളൊരു പെൺകുട്ടി ആ പ്രൊജക്റ്റ് ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്ന് ഒക്കെ അന്വേഷിക്കണമെന്ന് പറയുമ്പം ഗിരീഷ് അത് സമ്മതിക്കുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെ ചന്ദ്രമതിയെ നന്ദൻ അപമാനിച്ചു വിട്ട കാര്യം കൂടി അറിഞ്ഞപ്പോഴത്തേക്കും കാര്യം തിരക്കുമ്പോൾ സത്യമാണ്. അപ്പം നന്ദൻ ഒരു കൂസലും ഇല്ലാതെ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ നിങ്ങളുടെ മകളെയാണ് നന്നാക്കേണ്ടേ എന്ന് ഞാൻ എടുത്തടിച്ച് പറഞ്ഞു എന്ന് കേട്ടതും സിദ്ധു ആണെങ്കിൽ ദേഷ്യത്തോടെ നല്ലൊരു അടി കൊടുക്കുന്നുണ്ട് നന്ദന്. അപ്പോഴത്തേക്കും പ്രഭാവതി ഇടപെട്ട് പിടിച്ചു മാറ്റുന്നു. എന്തായാലും ചന്ദ്രോത്ത് വീട്ടിൽ ഇന്ന് വരെ നടക്കാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പം നടക്കുന്നത്. നിൻ്റെ സ്വഭാവം, നിൻ്റെ കൂട്ടുകെട്ടും അത്ര ശരിയല്ലെന്ന് ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ടോ, അതിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും കാര്യം കാണും. അല്ലാതെ അവരങ്ങനെ പറയത്തില്ല. മറ്റൊരാളെ അപവാദവും നുണയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയല്ല അവർ. നിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും മറ്റെന്തോ കാര്യമുണ്ട്. നിൻ്റെ കൂട്ടുകെട്ട് നന്നല്ലെന്ന് പല തവണയായിട്ട് എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. നീ എന്തിനവരെ അപമാനിച്ചു എന്നുള്ള പേര് വഴക്ക് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ നന്ദനാകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു സങ്കടം ഇസബല്ലയെ വിളിച്ച് പറയുകയും ചെയ്യുന്നു. ഇതുപോലെ ചന്ദ്രമതി ആൻറ്റി വീട്ടിൽ വന്നു, ഇങ്ങനെയൊക്കെ സംസാരിച്ചു, അപ്പോൾ ഞാൻ എടുത്തടിച്ച് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേര് അച്ഛൻ തന്നെ ആദ്യമായിട്ട് തല്ലി എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇസബല്ലയാണെങ്കിൽ അതൊക്കെ നിസ്സാരം എന്ന മട്ടിന് നന്ദൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നന്ദൻ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല എന്ന രൂപത്തിൽ നന്ദനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം തെറ്റിന് സപ്പോർട്ട് നിൽക്കുകയാണ് ഇസബല്ല. കാരണം ഇസബല്ലയ്ക്ക് ആഗ്രഹം നന്ദനെ സ്വന്തമാക്കുക എന്നതാണ്. ചന്ദ്രമതിക്കും സിദ്ധാർത്ഥനും പ്രഭാവതിക്കും ഒക്കെ ഉറപ്പായിട്ടും ദേവികയായിട്ടുള്ള നന്ദൻ്റെ ജീവിതം കാണാനായിരിക്കും ആഗ്രഹമെന്ന് അറിയാവുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും അവരെയും അകറ്റിക്കൊണ്ടു പോകാനാണ് ഇസബല്ല ശ്രമിക്കുന്നത്. എന്നാൽ ദേവിയാണെങ്കിൽ ശാരികയോട് കാര്യങ്ങൾ തിരക്കി അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ശാരിയെ കാണുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഫുഡ് കഴിച്ച് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ ശാരിയാണെങ്കിൽ മുറ്റത്ത് വന്ന് രഹസ്യമായിട്ട് ഫോണിൽ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ട് ദേവിയാണെങ്കിൽ പിന്നാലെ വന്ന് ശാരികയോട് നടന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ ശരിക്കും നവീനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമല്ലേ? നിനക്ക് മറ്റാരെങ്കിലും ഇഷ്ടത്തിലാണോ? നീ ഇപ്പം ആരെയാണ് വിളിക്കുന്നത്? എന്തായാലും കൂട്ടുകാരിയല്ല, അങ്ങനെ പറഞ്ഞ് പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവി ചൂടാവുന്നത് കണ്ടിട്ട് എന്തായാലും തൻ്റെ കള്ളക്കളി മനസ്സിലായി, അല്ലെങ്കിൽ മുരളിയേട്ടൻ വഴി ദേവി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കിയ ശാരിയാണെങ്കിൽ പറയുന്നുണ്ട്. ചേച്ചി അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്, ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. അത് കേട്ടതും ദേവിയാണെങ്കിൽ വല്ലാണ്ട് ചൂടാകുന്നുണ്ട്. ഭാർഗവി ആൻറ്റിയുടെ കുടുംബത്തിൽ എന്തുകൊണ്ട് നീ മുമ്പേ ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞില്ല? അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? സത്യം പറയടി, ആളാരാണ് എന്നൊക്കെ ചോദിച്ച് കൈ വീശി അടിക്കാനൊരുങ്ങുന്ന സമയത്ത് നമ്മുടെ ശാരികയാണെങ്കിൽ ആകെ ഭയന്ന് വിറച്ച് നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാം കേട്ട് ശാരിക ഇങ്ങനെയൊക്കെ വെട്ടി തുറന്ന് പറയുന്നത് കേട്ടിട്ട് രാധികയും മാധവനും അതിനേക്കായും സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആളാരാണെന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും ദേവി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ പേരാണ് നമ്മുടെ ശാരിക പറയുന്നത്. മിക്കവാറും നമ്മുടെ ഋഷിയാണോ
ശാരിക സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്ന, അതായത് ശാരിക മറ്റൊരു ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്നു, അത് മറച്ചു വെച്ചുകൊണ്ടാണ് തൻ്റെ മകനെ അല്ലെങ്കിൽ തൻ്റെ സഹോദരനെ വിവാഹം കഴിക്കാൻ ശാരിക സമ്മതമാണ്, അതുപോലെ ദേവിയും രാധികയും മാധവനും ഒക്കെ സമ്മതിച്ചേ എന്നുള്ള കാര്യം അറിയുന്ന ഗൗരി ഇനി എങ്ങനെയായിരിക്കും ഇവരോട് പെരുമാറാൻ പോകുന്നത്? മാത്രമല്ല ഭാർഗവി ഈ പ്രശ്നം അറിഞ്ഞിട്ട്, ഭാർഗവിയൊക്കെ ആണെങ്കിൽ മുന്നേ പറയുന്നുണ്ട് ആ പെൺകുച്ചി വിവാഹത്തിന് സമ്മതത്തോടെയൊന്നും അല്ല സമ്മതം പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരുടെ നിർബന്ധത്തിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു, എന്തായാലും ഈ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കും കൂടി നാണക്കേടാ എന്നൊക്കെ മുമ്പേ പറയുന്നുണ്ട്. ഇനി സത്യം ശാരിക മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പം ഭാർഗവിയും ഗൗരിയും അതുപോലെ ഗൗരിയുടെ അച്ഛനും അമ്മയൊക്കെ ഇനി എങ്ങനെയായിരിക്കും വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്.